നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം സ്വദേശികളായ 5 അംഗ കുടുംബത്തെ എറണാകുളം വടുതലയിൽ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ അവരുടെ മൃതദേഹം സംസ്കരിച്ചു. ചടങ്ങുകളെല്ലാം തന്നെ കഴിഞ്ഞു. അവിടെ തന്നെയാണ് സംസ്കരിച്ചത്. ഇപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ഈ ഒരു കുട്ടികൾ 3 കുട്ടികളാണ് അവിടെ മരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു യുവതിയും അവരുടെ അമ്മയുമാണ്. അങ്ങനെ 5 അംഗ കുടുംബത്തിലെ ആളുകളെയാണ് അവിടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിൽ കുട്ടികൾക്ക് വിഷം നൽകിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് വിഷപദാർത്ഥം വാങ്ങിയത് ഓൺലൈനിലൂടെയാണെന്നുള്ള തെളിവുകളും പുറത്തു വരികയാണ്. താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് അധികം പുറത്തു പോകുന്ന പതിവില്ലാത്തതിനാലാണ് ഇവർ ഓൺലൈനിൽ ഇത്തരത്തിൽ വിഷം വാങ്ങിച്ചിരിക്കുന്നത്. പുറത്തു പോവുക മാത്രമല്ല, അയൽവാസികളുമായി ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള സമ്പർക്കവും ഇവർ പുലർത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അയൽവാസികളും ഇവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്ക് അറിയില്ല എന്നുള്ളത്. വടുതല കർഷക റോഡ് ഗ്രീൻ ഗാർഡൻ ലെയിനിൽ വാടകയ്ക്ക് താമസം ആരംഭിച്ചത് മുതൽ ഭക്ഷണവും മറ്റും ഓൺലൈനിലൂടെയാണ് വാങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബം വിഷം വാങ്ങിയതും ഓൺലൈൻ വഴിയാണെന്നാണ് സൂചന. 3 കുപ്പി വിഷം വാങ്ങിയതായാണ് സംശയം. ഇതിൽ 2 എണ്ണമാണ് ഉപയോഗിച്ചത്. തുറക്കാത്ത കുപ്പിയും 3 ഒഴിഞ്ഞ ജ്യൂസ് ബോട്ടിലുകളും കണ്ടെടുത്തിരുന്നു. ഇവരുടെ ഫോണുകൾ പരിശോധനയ്ക്കായി പോലീസ് എടുത്തിട്ടുണ്ട്. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനയും നടത്തും. ഇവയുടെ റിപ്പോർട്ട് വന്നാലേ മരണകാരണം പൂർണ്ണമായി വ്യക്തമാകൂ. വടുതലയിൽ വാടകയ്ക്ക് താമസം ആരംഭിച്ചതു മുതൽ കുടുംബം ഭക്ഷണം മറ്റുമെല്ലാം ഓൺലൈനിലൂടെയാണ് വാങ്ങിയിരുന്നത്. പുറത്തു പോകുന്ന പതിവില്ലാത്ത സാഹചര്യത്തിലാണ് ഓൺലൈനിലൂടെയാകും വിഷപദാർത്ഥവും വാങ്ങിയതെന്ന സംശയം പോലീസിനെ ബലപ്പെട്ടത്. അതായത് ഈ നിരന്തരമായിട്ട് ഓൺലൈനിലൂടെ ഭക്ഷണം വാങ്ങുന്ന ആ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതിയായിരുന്നു അവർ നടത്തി വന്നിരുന്നത്. മാത്രമല്ല, വലിയ 45,000 രൂപയാണ് ആ ഒരു അത്രയും വലിയൊരു വില്ല വാടകയ്ക്ക് എടുത്തായിരുന്നു ഇവർ താമസം. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവരെ അലട്ടിയിരുന്നില്ല എന്നുള്ളത് ഇവരുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് വ്യക്തമാകും. പക്ഷേ മറ്റുള്ള അയൽക്കാരുമായോ ബന്ധുക്കളുമായോ ഭർത്താവിൻ്റെ വീട്ടുകാരുമായോ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള ബന്ധം പുലർത്താനും ഇവർ ആഗ്രഹിച്ചിരുന്നില്ല. കുറച്ചു നാൾ മുമ്പ് ഇവർ തിരുവനന്തപുരത്ത് വാടകയ്ക്ക് നൽകിയ വീട്ടിൽ പോയിരുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വിളപ്പൻശാല കാരോട് കനകവിഹാറിൽ എസ് അശ്വതി നായർ 37 വയസ്സ്, അമ്മ വൈ ശ്രീകുമാരി 59 വയസ്സ്, അശ്വതിയുടെ മക്കളായ കീർത്തിവൻ 14, കാർണിവൻ 4, അക്ഷിത 2 എന്നിവരാണ് മരിച്ചത്. അശ്വതിയും അമ്മയും കുട്ടികൾക്ക് വിഷം കലർത്തിയ ജ്യൂസ് നൽകി കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങി മരിക്കുകയായിരുന്നു. മൃതദേഹങ്ങൾക്ക് 2 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങി. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടും സാമ്പത്തിക പ്രതിസന്ധിയും അറിയിച്ചതോടെയാണ് പച്ചാളം ശ്മശാനത്തിൽ സംസ്കാരത്തിനുള്ള സംവിധാനം ഒരുക്കിയത്. തുടർന്ന് 5 മൃതദേഹങ്ങളും ഞായർ വൈകിട്ട് 6:30 പച്ചാളം ശ്മശാനത്തിൽ സംസ്കരിച്ചത്. സംഭവം അറിഞ്ഞ് ഇവരുടെ ബന്ധുക്കൾ കൊച്ചിയിൽ എത്തിയിരുന്നു. പക്ഷേ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ യാതൊരു താല്പര്യവും ഇവർക്കില്ലായിരുന്നു. ആ ഒരു പ്രതിസന്ധി അറിയിച്ചതോടെയാണ് മേയർ VK മിനിമോൾ, കൗൺസിലർ ആൽബർട്ട് അമ്പലത്തിങ്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഇവിടെ പച്ചാളം ശ്മശാനത്തിൽ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കി നൽകിയത്. ഭൗതിക വെല്ലുവിളി നേരിടുന്ന മൂത്ത മകൻ കാർണിവന്റെ ചികിത്സയ്ക്കായി കൊച്ചിയിൽ എത്തിയെന്നാണ് അയൽവാസികളോടും വീട്ടുടമയോടും ഇവർ പറഞ്ഞിരുന്നത്. എന്നാൽ തിരുവനന്തപുരം പൂവച്ചലിലെ വീട്ടിൽ നിന്നും ആരോടും പറയാതെ മക്കളുമായി ഇറങ്ങിപ്പോയ അശ്വതിയെയും സംഘത്തെയും കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഒരുപക്ഷെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടായിരിക്കാം ഇവർ ഈ ഒരു ഒളിവ് ജീവിതം നയിച്ചിരുന്നത്. ഈ പറഞ്ഞതുപോലെ എറണാകുളത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരുമ്പോഴും അധികമൊന്നും തന്നെ പുറത്തിറങ്ങാതെ തങ്ങളെ ആരും തിരിച്ചറിയാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ നടത്തിയിരുന്നു. ബന്ധുക്കളുമായുള്ള തർക്കങ്ങളെ തുടർന്ന് അശ്വതിയും കുടുംബവും കൊച്ചിയിൽ ഒളിവിൽ കഴിയുകയായിരുന്നുവോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇനി എന്താണ് ഈ വീട്ടുകാർ തമ്മിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ? ഈ പറയുന്ന ബന്ധുക്കളുമായിട്ടും ഭർത്താവിൻ്റെ അമ്മയുമായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ? എന്തിനാണ് ഇവിടെ നിന്ന് ഒളിച്ചോടിപ്പോയത്? മാത്രമല്ല, ഇവർ ഇത്രയും പോലീസിൽ ഒരു പരാതി നൽകാൻ മാത്രം എന്ത് സംഭവങ്ങളാണ് ആ വീട്ടിൽ അശ്വതിയുമായിട്ട് ഉണ്ടായിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അശ്വതിയുടെ ഭർത്താവ് അക്ഷത കഴിഞ്ഞ വർഷം ജൂലൈയിലാണ്
ആത്മഹത്യ ചെയ്തിരുന്നത്. ഇതിന് കൃത്യം 1 മാസത്തിന് ശേഷമാണ് ഓഗസ്റ്റിൽ അശ്വതി മക്കളെയും കൂട്ടി പൂവച്ചലിലെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. അശ്വതിയെയും പേരക്കുട്ടികളെയും കാണാനില്ലെന്ന് കാട്ടി അശ്വതിന്റെ അമ്മ ഉഷ 3 തവണയാണ് കാട്ടാക്കട പോലീസിൽ പരാതി നൽകിയിരുന്നത്. പോലീസ് അന്വേഷണം ഊർജിതമായി നടക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി കൊച്ചിയിൽ നിന്ന് മരണ വാർത്ത എത്തുന്നത്. പോലീസ് അന്വേഷണം പുരോഗമിക്കവേ അശ്വതി അതീവ രഹസ്യമായി പൂവച്ചലിലെ വീട്ടിലെത്തി മടങ്ങിയിരുന്നു. അമ്മായിയമ്മ ഉഷ വീട്ടിലില്ലാതിരുന്ന സമയം നോക്കി വീട് കുത്തി തുറന്നാണ് അശ്വതി അകത്ത് കയറിയത്. തൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് മടങ്ങിയ അശ്വതി ഉഷ താമസിക്കുന്ന മുറി ഒഴികെ വീട്ടിലെ ബാക്കി എല്ലാ മുറികളും പൂട്ടിയിടുകയും ചെയ്തു. പോലീസിനെ പോലും വെട്ടിച്ച് നടത്തിയ ഈ സന്ദർശനം അശ്വതി മറ്റാരെയൊക്കെയോ ഭയപ്പെട്ടിരുന്നോ എന്ന സംശയം ജനിപ്പിക്കുന്നുണ്ട്. കൊച്ചിയിലെത്തിയ ശേഷം മൂത്ത മകൻ കാർണിവനെ സ്കൂളിൽ ചേർത്തിരുന്നില്ല. തിരുവനന്തപുരം ചാരുപാറ വിശ്വദീപ്തി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന കാർണിവനെ ചികിത്സ നൽകാനുണ്ടെന്നും ഇവർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ വടുതലയിലെ വീട്ടിൽ ഇവർ ആരുമായും അധികം സമ്പർക്കം പുലർത്തിയിരുന്നില്ല. അയൽവാസികൾക്കും വീട്ടുടമയ്ക്കും ഇവരെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതും ഇവർ ബോധപൂർവം ഒറ്റപ്പെട്ട് കഴിയാൻ ശ്രമിച്ചിരുന്നു എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വിളപ്പൻശാലയിലുള്ള അശ്വതിയുടെ സ്വന്തം വീട് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മുതൽ വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. UPI വഴിയാണ് വാടക വാങ്ങിയിരുന്നത്. ഇടയ്ക്ക് ഫോണിൽ വിളിക്കാറുണ്ടായിരുന്നുവെങ്കിലും അടുത്ത കാലത്തായി അശ്വതി ആരെയും വിളിച്ചിരുന്നില്ലെന്നാണ് വാടകക്കാർ പറയുന്നത്. സ്വത്ത് തർക്കങ്ങളും ഭർത്താവിൻ്റെ മരണത്തെ തുടർന്നുണ്ടായ മാനസിക സംഘർഷങ്ങളുമാണ് അശ്വതിയെയും മാതാവ് ശ്രീകുമാരിയെയും ഇത്തരം ഒരു കടുംകൈക്ക് പ്രേരിപ്പിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. അശ്വതിൻ്റെ മരണശേഷം വീട്ടിൽ അശ്വതിയും അമ്മായിയമ്മയും തമ്മിൽ സ്വത്തുക്കളെ ചൊല്ലി വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നതായി പറയപ്പെടുന്നു. അശ്വതിയും ഭർത്താവും 1 വർഷമായി പിരിഞ്ഞു കഴിയുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ കാരണം അശ്വതി ആത്മഹത്യ ചെയ്തത് അശ്വതിയെ കൂടുതൽ ഒറ്റപ്പെടുത്തി. നാട്ടുകാരുമായുള്ള പ്രശ്നങ്ങളും ഒറ്റപ്പെടലുമാണ് മരണത്തിന് കാരണമെന്നും ആത്മഹത്യക്കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട്. എങ്കിലും ചികിത്സയുടെ പേരിൽ കൊച്ചിയിലെത്തി വീട് വാടകയ്ക്കെടുത്ത് ഒളിവിൽ കഴിഞ്ഞത് എന്തിനാണെന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ഇനി ആന്തരിക അവയവ പരിശോധന ഫലം കൂടി പുറത്തു വരുന്നതിൽ നിന്നും കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരും. മാത്രമല്ല ഭർത്താവിൻ്റെ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവും അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ തന്നെ ഇനി പോലീസ് ഒരുപക്ഷെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്നൊക്കെ ആയിരിക്കും എന്തായിരുന്നു വീട്ടുകാരുമായി നിലനിന്നിരുന്ന പ്രശ്നം. ഈ ബന്ധുക്കളെയും അതുപോലെ എല്ലാ നാടും സ്വന്തം നാടും വീടൊക്കെ തന്നെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കുക, അതും ഒറ്റപ്പെട്ട് ആരോടും അധികം മിണ്ടാതെ ഒരു ഒളിവ് ജീവിതം പോലെ താമസിക്കാൻ തക്കതായിട്ടുള്ള കാരണം എന്താണ് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ.